ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മോഹനം പേസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള റിലീസിന് വരുന്നുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്നാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. പിന്നെ 3 ബേസിക് എന്ന് പറഞ്ഞിടത്തിന്റെ എപ്പിക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. പടത്തിന്റെ 2 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ധീരൻ എന്ന് പറഞ്ഞിടത്തിന് 2 days to go പോസ്റ്റർ വന്നു. പിന്നെ 666 ഓപ്പറേഷൻ ഡ്രീം തിയേറ്റർ എന്ന് പറഞ്ഞിടത്തിന്റെ ഫസ്റ്റ് ലുക്ക് ജൂലൈ 4 വരുന്നത്. അപ്പോൾ ഇന്നലെ അതിന്റെ 2 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞതിൻ്റെയൊക്കെ ഇന്നലെ വന്ന പോസ്റ്റേഴ്സ് തന്നെയാണ്. പിന്നെ ഓഹോ എന്താൻ ബേബി എന്ന് പറഞ്ഞിടത്തിന് 9 days to go പോസ്റ്റർ വന്നു. പിന്നെ തമ്മുട് എന്ന് പറഞ്ഞിടത്തിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ കുബേര എന്ന് പറഞ്ഞിടത്തിലെ പിപ്പി ഡും 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 എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് ഇന്ന് രാവിലെ 11 മണിക്ക് വരുന്നത് അറിയിച്ചു. പിന്നെ ഡബിൾ ഗെയിം എന്ന് പറഞ്ഞിടത്തിന് ഫസ്റ്റ് ലുക്ക് ജൂലൈ 4 വരുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നാളെ ടൈമൊന്നും അറിയിച്ചിട്ടില്ല. പിന്നെ ഫിനിക്സ് എന്ന് പറഞ്ഞിടത്തിന് ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ യാതും അറിയാമെന്ന് പറഞ്ഞിടത്തിലത്തെ മലര എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ വരാൻ പോവാണ്. അത് എന്താണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വീഡിയോ ഇടുമ്പോൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വരാൻ പോകുന്നുണ്ടാവുള്ളൂ. പിന്നെ ക്രിസ്റ്റഫർ നോളന്റെ അടുത്തോടാണ് ദ ഒഡീസി എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ പടം ജൂലൈ 17 2026 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ അഖണ്ഡ 2 എന്ന് പറഞ്ഞിടത്തിൽ ഒരാൾ ഓൺബോർഡ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹർഷാലി മൽഹോത്ര എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ബജരംഗി ബൈജാൻ എന്ന് പറഞ്ഞിടത്തിൽ അഭിനയിച്ച ആളാണ്. അപ്പോൾ ആളുടെ ഈ പടത്തിലത്തെ പേര് ജനനി എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഹരിഹര വീരമല്ലം എന്ന് പറഞ്ഞിടത്തിന്റെ തിയേറ്ററിക്കൽ ട്രെയിലർ ഇന്നാണ് വരാൻ പോകുന്നത് രാവിലെ 11:10. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിരുന്നു. പിന്നെ ട്രെയിലറിന്റെ ഡ്യൂറേഷൻ 3 മിനിറ്റും 1 സെക്കൻഡ് എന്നുള്ള അറിയിച്ചുകൊണ്ട് വേറൊരു പോസ്റ്റർ കൂടി വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ഗംഭീരമാണെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നിംപോളിനെ വെച്ചിട്ട് ഗിരീഷ് ഷെട്ടി ഒരു പടം എടുക്കേണ്ടത് എന്നുള്ള കേൾക്കുന്നുണ്ട്. ഭാവന സ്റ്റുഡിയോസ് ആയിരിക്കും പടം പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതും കേൾക്കുന്നുണ്ട്. ആ പടത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം ഒക്ടോബറിലോ നവംബറിലായിട്ടും തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഇതിന്റെ ഒരു പൂജ ഒക്കെ നടന്നെന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ ഫോട്ടോസോ കാര്യങ്ങളോ അങ്ങനത്തെ പരിപാടികളൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും വരട്ടെ, നന്നാവുമെന്ന് പ്രതീക്ഷിക്കാം. ഗിരീഷ് ഷെട്ടി ആയതുകൊണ്ട് പ്രതീക്ഷ ഉണ്ട്. പിന്നെ മോഹൻലാലിന്റെ ഒരു പുതിയ സ്റ്റില്ല് കിട്ടിയിരുന്നു. എന്താണ് സ്റ്റില്ല്? ബ്ലാക്ക് മുണ്ടും ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടുള്ള ഡീല് ഒരു ഗോഡൗൺ മൈരിനാണ് തോന്നുന്നത്. ബൊബ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലെ ആള് ഒരു റോൾ ചെയ്യുന്നു പറഞ്ഞിരുന്നു. അത് ഇതേമാതിരത്തെ ഒരു ഗോഡൗൺ ഫൈറ്റിലായിരിക്കും, ഇതേ ബ്ലാക്ക് ഡ്രസ്സിലായിരിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അതിന്റെ എല്ലാം ഒരു ആഡിന്റെ ഷൂട്ടാന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ സംഭവം എന്നുള്ള അറിയത്തില്ല. എന്തായാലും ബൊബ എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ജൂലൈ 10 തുടങ്ങിയെന്നുള്ളതാണ് കേൾക്കുന്നത്. ഇനി ബാക്കിയുള്ളത് അപ്പോൾ 16 ആയിട്ട് മോഹൻലാൽ ജോയിൻ ചെയ്യും. പിന്നെ ഓഗസ്റ്റ് 2 കൂടിയിട്ട് പടത്തിന്റെ ഷൂട്ടിംഗ് മൊത്തത്തിൽ തീർക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്താണെന്നുള്ളതെന്ന് അറിയത്തില്ല. പിന്നെ ജൂലൈ 4 ഒരു മേജർ അപ്ഡേറ്റ് വരുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിലൊക്കെ കേട്ടിരുന്നു. അത് ടീച്ചറാന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ കുറേ കേൾക്കുന്നുണ്ട്. ടീച്ചർ ആവുമെന്നുള്ള സംശയമുണ്ട്. കാരണം ടീച്ചറാന്നുള്ള അപ്ഡേഷൻ തരാതെ പെട്ടെന്ന് 4 ടീച്ചർ പുറത്താക്കി വിടുമ്പോൾ എങ്ങനെയാവും എന്നുള്ളതൊക്കെ അറിയത്തില്ല. പിന്നെ കാളി എന്ന് പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ഒരു പടം അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വകയായിട്ട് 2 ഫോട്ടോസ് ഇട്ടിരുന്നു. 2 സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും പടത്തിൻ്റെ ഷൂട്ടിംഗ് ഈ വർഷം ലാസ്റ്റിലൊക്കെ ആയിട്ട് തുടങ്ങുന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതിൽ പൃഥ്വിരാജ് ഉണ്ടാവില്ല. പൃഥ്വിരാജ് ഏകദേശം ഫെബ്രുവരിയിലോ ജനുവരിയിലോ ഒക്കെ ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നുണ്ടാവുക. എന്തായാലും വരട്ടെ, ഗംഭീരമാവട്ടെ. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം പുറത്തിറങ്ങിയിരുന്നു. ടോവിനോ തോമസും സുരാജൊക്കെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് പടമാണ്. ഈ പടം സോണി ലിവിലൂടെ ജൂലൈ 11 OTT റിലീസ് ആവുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്ന് പറഞ്ഞ 5 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. സോണി ലെവലിൻ്റെ കാര്യം കൊണ്ട് ജൂലൈ 11 എന്ന് പറയുമ്പോൾ ജൂലൈ 10 കിട്ടും. പിന്നെ കിച്ച സുദീപ് ഇപ്പോൾ അടുത്ത് അഭിനയിച്ച ഒരു പടമായിരുന്നു മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. വിജയ് കാർത്തികേയ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു പടം എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പടമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. അപ്പോൾ എന്തായാലും വിജയ് കാർത്തികയും കിച്ച സുദീപും വീണ്ടും ഒന്നിക്കാൻ പോകുക എന്നുള്ളതാണ് കേൾക്കുന്നത് വേറെ പടത്തിനായിട്ട്. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെന്റ് ജൂലൈ 5 എന്നുള്ള കേൾക്കുന്നുണ്ട്. മാക്സ് 2 ആവുക അതോ വേറെ എന്തെങ്കിലും പടം വെക്കുമോ എന്നുള്ളത് നോക്കേണ്ടി വരും. എന്തായാലും ഗംഭീരമായി വരുന്നു പ്രതീക്ഷിക്കുന്നത്. പിന്നെ അല്ലു അർജുൻ വെച്ചിട്ട് പ്രശാന്തിൽ ഒരു പടം കൊണ്ട് എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. പടത്താണ് നമ്മൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ വന്ന് നീലുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. എന്തായാലും അത് 23 ആയിട്ട് വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ അല്ലു അർജുൻ്റെ 23ാമത്തെ പടമായിട്ട്. ഇപ്പോൾ അറ്റ്ലിയാണ് 22ാമത്തെ പടം എടുക്കുന്നത്. അത് കഴിഞ്ഞ അടുത്ത പടം ഇതായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. രാവണം എന്നുള്ള രീതിയിലാണ് പടത്തിന്റെ പേര് കേൾക്കുന്നത്. അത് നടക്കും എന്നുള്ള അറിയത്തില്ല. കാരണം പ്രശാന്തിൽ ഓൾറെഡി ഇപ്പോൾ NTR വെച്ച് പടം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ സെല്ലർ 2 ആണ് പൊതുവെ തുടങ്ങേണ്ടത്. ഈ 22 കഴിയാൻ കുറേ ടൈം എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും സെല്ലർ 2 ചെയ്തിട്ട് മിക്കവാറും ഇത് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. എന്തായാലും കണ്ടറിയാൻ എന്താ നടക്കാൻ പോകുന്നത്. പിന്നെ ആട് 3 എന്ന് പറഞ്ഞിടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ബാക്കിയുള്ളത് അല്ലെങ്കിൽ അടുത്ത ഷെഡ്യൂൾ ജൂലൈ 10 തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത് പാലക്കാട് വെച്ചിട്ട്. എന്തായാലും അതും വരട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയാണ് ചാനൽ സബ്സ്ക്രൈബ് കൊടുക്കില്ലെങ്കിൽ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.